പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ഈ എല്ലാ മാസവും കാണുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ ഈ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനവ്. സാധാരണ ഇതൊക്കെ 1-ാം തീയതിയാണ് വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗാർഹിക പാചകവാതകത്തിന്റെയും വില വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഈ വില വർധനവൊക്കെ പ്രാബല്യത്തിൽ വരികയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ കേന്ദ്രമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളും ഒക്കെ നടത്തി. സത്യം പറഞ്ഞാൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ, പൊതുജനങ്ങൾക്ക് വലിയ ഇരുട്ടടിയാണ് സംഭവിച്ചിരിക്കുന്നത്. അടുക്കളയുടെ അടുപ്പൂരുന്ന സംഭവമാണ് നടന്നിരിക്കുന്നത്. സിലിണ്ടറിന് 50 രൂപയാണ് വർദ്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെ 50 രൂപ വർദ്ധിക്കുമ്പോൾ ദിവസവേതനത്തിൽ ജീവിതം തള്ളി നീക്കുന്ന സാധാരണക്കാരനെ ഇത് നന്നായി തന്നെ ബാധിക്കും. 14.2 കിലോഗ്രാം പാചകവാതക സിലിണ്ടറിന് ഇന്ന് മുതൽ 853 രൂപ നൽകണം. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയുടെ കീഴിലുള്ള ഉപഭോക്താക്കൾക്കും ഈ വില വർധനവ് ബാധകമാണ്. ചുരുക്കത്തിൽ എല്ലാവർക്കും നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ഉണ്ട് നമുക്കിപ്പം തത്സമയം വിവരങ്ങളുമായിട്ട്. ലിനറ്റ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ പാചകവാതക സിലിണ്ടറുകൾക്ക് വില വർദ്ധിച്ചിരിക്കുന്നു. അതും 50 രൂപയുടെ വർധനവാണ്. ഇന്ന് ഇതെല്ലാം പ്രാബല്യത്തിലും വരുന്നുണ്ട്. പറയാം. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ശരിക്കും പറഞ്ഞാൽ കുടുംബ ബഡ്ജറ്റ് തകരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. കാരണം ഇപ്പോൾ ഈ ഒരു ഗാർഹിക പാചകവാതകത്തിനൊക്കെ തന്നെ 50 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 853 രൂപ കൊടുത്താൽ മാത്രമേ ഒരു പാചകവാതക സിലിണ്ടർ നമുക്ക് സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഉജ്ജ്വൽ യോജന പദ്ധതിയുടെ കീഴിലുള്ളവർക്കും ഇത് ബാധകമാണ്. 50 രൂപ അവിടെയും കൂട്ടിയിട്ടുണ്ട്. 500 രൂപയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ സിലിണ്ടറിന് വിലയുണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് 550 രൂപ കൊടുത്താൽ മാത്രമാണ് ആളുകൾക്ക് ഈ ഒരു സിലിണ്ടർ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. സാധാരണ രീതിയിൽ കുടുംബ ബഡ്ജറ്റ് തകരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. പ്രത്യേകിച്ച് സാധാരണക്കാരനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും. ചേട്ടാ, പാചകവാതകത്തിനൊക്കെ വില കൂടിയിട്ടുണ്ട്. എന്താ അവസ്ഥ? വീട്ടിലെ ബഡ്ജറ്റ് തകരാനുള്ള സാധ്യതയുണ്ടോ? അതുണ്ടാകല്ലോ. ഈ പുറത്തൊക്കെ ഈ ക്രൂഡ് ഓയിലിൻ്റെ ഒക്കെ വില കുറഞ്ഞപ്പോൾ ഇവിടെ നമ്മളുടെ വയറ്റത്തടിക്കുന്ന പോലെയാണ് സർക്കാർ, അതായത് കേന്ദ്ര സർക്കാർ വില കൂട്ടിയിരിക്കുന്നത്. എന്താ തോന്നുന്നത്? അതെന്താ കള്ളാണല്ലോ, ജീവിക്കാൻ പ്രശ്നമാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. എന്നിരുന്നാലും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ ആവശ്യം രാവിലെയൊക്കെ എല്ലാവരും ഗ്യാസൊക്കെ കത്തിച്ചാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ കുടുംബ ബഡ്ജറ്റ് തകരാനുള്ള സാധ്യത എങ്ങനെയാണ് ഈ ഒരു 50 രൂപ ഒറ്റയടിക്ക് കൂട്ടിയ സ്ഥിതിക്ക്? 50 രൂപയായാലും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 5 രൂപയായാലും അതൊരു വലിയ വിലക്കയറ്റത്തിൽ നമ്മൾ അടിമപ്പെടുന്നതാണ്. ഒക്കെ ഏത് സർക്കാരുകളായാലും സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നിത്യച്ചെലവിന് വകയില്ലാത്ത ആളുകൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു ഓട്ടം ഉണ്ട്. ഈ കിട്ടിയ പണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഗ്യാസ് വാങ്ങുന്നതും കറണ്ട് ബില്ലടിക്കുന്നതും അതുപോലെ തന്നെ എണ്ണ അടിക്കുന്നതൊക്കെ. അപ്പോൾ അവിടെ തലത്തിൽ എങ്ങനെയായാലും ഡീസലിന് വില കൂടിക്കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ടത് ബാധിക്കും. പലചരക്ക് കട ആയാലും അതുപോലെ തന്നെ അരിസാധനങ്ങളായാലും. അപ്പം ഇവർ ട്രാവലിംഗ് എക്സ്പെൻസ് ഇന്ധനം കൂടിയെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി എന്താക്കും, എല്ലാ സാധനത്തിനും വിലക്കയറ്റം കൂടാതെ എന്തായാലും കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതിന് വളരെ തെളിവാണ്. കാരണം ഇത്രയും ദിവസമായിട്ട് വില കൂടിയിട്ടില്ല. അപ്പോൾ ഇത് സർക്കാരുകൾ വിചാരിച്ചാലും വിലക്കയറ്റം ഇവിടെ തടയാൻ സാധിക്കും. അതിലിവർ എന്താണോ നല്ല പഠനം നടത്തിയിട്ട് പൊതുജനങ്ങളുടെ വിഷയത്തിലേക്ക് ഇടപെടാം. അല്ലാതെ ഭരണ സംവിധാനത്തിനെ നമ്മൾ ഇതിൽ കുറ്റപ്പെടുത്തണം എന്ന് പറയുന്നത് അവരാണതൊക്കെ നിയന്ത്രിക്കേണ്ട ആളുകൾ. ഈ വാണിജ്യ സിലിണ്ടറിന് സാധാരണ രീതിയിൽ വില കൂടാറുണ്ട്, ഈ ഹോട്ടലുകളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിനാണ് വില കൂടിയിരിക്കുന്നത്. അതുമല്ല, ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇതിന് വില കുറവായിരുന്നു. അത് എന്താ തോന്നുന്നത്? അതന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ വോട്ട് ബാങ്കാണ്. അതായത് കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യം ഇലക്ഷന് കീഴ്പ്പെട്ട് കഴിഞ്ഞു. ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചാലും പ്രതിഷേധം ഉണ്ടാക്കാൻ പ്രതിപക്ഷ പാർട്ടികളുണ്ട്. പ്രതിഷേധം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം അതിനൊരു നമുക്ക് യാതൊരുവിധ ഒരു ഫീഡ്ബാക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിയന്ത്രിക്കണം പൊതുജനങ്ങൾ. ഇതിപ്പോൾ ഒന്നുമില്ല, കേരളം ശക്തമായ സമരത്തിലേക്ക് നീങ്ങും. പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും സ്ത്രീകൾക്ക് ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. അവരാണ് ഗ്യാസ് വാങ്ങുന്നതും നമ്മളോട് ഒരു 500 രൂപ വാങ്ങി വെക്കുന്നതും അവരാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും ഈ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഏറെക്കുറെ കുടുംബ ബഡ്ജറ്റ് തകരാനുള്ള സാധ്യത തന്നെയുണ്ട്. കാരണം ഈ സ്കൂളൊക്കെ തുറക്കുന്ന സമയം ഇപ്പോൾ പറഞ്ഞതുപോലെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പാചകവാതകം ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞത് കാര്യം കറക്റ്റാണ്. കാരണം ഇപ്പോൾ ഈ പാചകവാതക സിലിണ്ടറിന് എത്ര രൂപ, അതിപ്പോൾ ഈ പറഞ്ഞ പോലെ 5 രൂപയാണെങ്കിലും എത്ര രൂപ വർദ്ധിപ്പിച്ചാലും നമ്മൾ പൊതുജനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യുന്നില്ല, എല്ലാ വീട്ടിലും കുക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ
ആശ്രയിക്കുന്നത് ഗ്യാസ് സിലിണ്ടറുകളെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി എത്ര രൂപ കൂട്ടിയാലും മനുഷ്യൻ അതിനുള്ള പൈസയൊക്കെ സംഘടിപ്പിച്ചത് വാങ്ങും. പക്ഷെ അപ്പോഴും ഇവനിത് എവിടെ സംഘടിപ്പിക്കുന്നു, എവിടെ നിന്നും സംഘടിപ്പിക്കുന്നു? തുച്ഛമായ വരുമാനമാണ്. നമുക്ക് ഈ നാട്ടിലെ വിലക്കയറ്റം ഭയങ്കര കൂടുതലല്ലേ? ഏത് സാധനത്തിനാണ് വില കൂടാത്ത? എല്ലാത്തിനും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസത്തെ വിലയല്ല ഈ മാസം സാധനം വാങ്ങാൻ പോകുമ്പോൾ ഓരോ മാസവും ഓരോ ദിവസവും മണിക്കൂറുകൾ അനുസരിച്ചാണ് ഓരോ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതനുസരിച്ച് നമുക്ക് കിട്ടുന്ന പൈസയ്ക്ക്, അതായത് ജോലി ചെയ്യുന്നവന് കിട്ടുന്ന കൂലിയിൽ ഒരു വർധനവും ഉണ്ടാകുന്നില്ല. അപ്പോൾ കിട്ടുന്ന കാശ് കൊടുത്തിട്ട് ഈ സാധനങ്ങൾ, അവശ്യ സാധനങ്ങൾ വാങ്ങിക്കുക, അത് മാത്രമാണ് ഒരു സാധാരണക്കാരന് മുന്നിലുള്ള ഏക വഴി. അതുകൊണ്ട് എത്ര രൂപ എന്തിന് വർദ്ധിപ്പിച്ചാലും, ഇപ്പോൾ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചാലും അതുപോലെ ഗ്യാസ് സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചാലും എന്തിന് വില വർദ്ധിപ്പിച്ചാലും എവിടെന്നെങ്കിലുമൊക്കെ കണ്ടെത്തി മനുഷ്യനത് ചെയ്തേ പറ്റുകയുള്ളൂ. അത് നിവർത്തികേടാണ്, ഗതികേടാണ്. ഈ നമ്മുടെ സർക്കാർ, ഭരിക്കുന്ന സർക്കാരുകൾ അതനുസരിച്ച് പൊതുജനങ്ങളുടെ വികാരം മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. നമ്മൾ അടുക്കളയെ സംബന്ധിച്ച് നമ്മൾ സാധാരണ എരുതിയിൽ എണ്ണ എന്ന് പറയുന്ന പോലെ എരുതിയിലാണ് ഇപ്പോൾ ഇന്ധനം. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ്.